സമാധാന ധർണ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ 2 സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസും BSNൻ്റെയും അടുക്കൽ കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ നാളുകളായി ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിദാരുണമായ മർദ്ദനങ്ങളും പീഡനങ്ങളും നീതി നിഷേധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. ഇന്ന് ലോകത്തെമ്പാടും ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഓപ്പൺ ഡോഴ്സിൻ്റെ കണക്കനുസരിച്ച് 60-ലധികം രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ, ചൈന, എറിട്രിയ, ലിബിയ, നൈജീരിയ, ഇറാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ. ഇന്ത്യ 11-ാം സ്ഥാനത്താണ്. 11-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 2016 മുതൽ ഇന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ക്രൈസ്തവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കുന്ന ഈ ആളുകൾക്ക് ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം അവകാശം വെച്ചുകൊണ്ടാണ് അവർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ദാരുണമായ പ്രതിസന്ധികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1991 ജനുവരി 22-ന് നടന്ന ഗ്രഹാം സ്റ്റേറ്റ്സിൻ്റെ കുടുംബത്തെ ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം ഒറീസയിൽ, 2008-ൽ നടന്ന കന്തമാൽ കലാപം, ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത മണിപ്പൂർ കലാപം, അങ്ങനെ വ്യാപകമായി ഒറീസയിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും വടക്കേന്ത്യ ഗ്രാമങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. അത് മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്നു, ദലിതുകളും ആദിവാസികളും ആക്രമിക്കപ്പെടുന്നു, അതുപോലെ തന്നെ ക്രൈസ്തവർക്കെതിരെയും ദാരുണമായ പ്രശ്നങ്ങൾ. അങ്ങനെ വ്യാപകമായ ഒരു ഭരണകൂട ഭീകരത ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. എനിക്ക് മുമ്പ് അഡ്വക്കേറ്റ് വർഗീസ് മാമനും തിരുമേനിയുമെല്ലാം ഓർപ്പിച്ചതുപോലെ ഈ രാജ്യം ലോകത്തെമ്പാടുമില്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും സുശക്തമായ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതറിയണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. പാകിസ്ഥാനില്, ശ്രീലങ്കയില്, നേപ്പാളില്, അഫ്ഗാനിസ്ഥാനില്, ബംഗ്ലാദേശിലൊക്കെ വലിയ അട്ടിമറികളും കലാപങ്ങളും ഈ സമീപകാലത്തുണ്ടായി. നമ്മുടെ രാജ്യം ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ രാജ്യത്തിൽ ഒരു സുസ്ഥിരമായ ഭരണഘടനയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഭരണഘടന കൃത്യമായി പറയുന്നത് ഒരു പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ആ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ്. ഈ രാജ്യത്ത് ഭരണഘടന എത്തുന്നതിന് മുമ്പ് രാജ്യത്ത് എല്ലാവർക്കും ആ തുല്യതയില്ലായിരുന്നു. നമുക്കറിയാം, ഈ രാജ്യത്തെ ഭരണഘടന എത്തുന്നതിന് മുമ്പ് രാജ്യത്ത് മനുഷ്യൻ പൗരനല്ലായിരുന്നു, പ്രജയായിരുന്നു. എന്നാൽ പൗരൻ എന്ന നിലയിൽ എല്ലാവരും തുല്യന്മാരാണ് എന്നുള്ള ഒരു പദവി ലഭിക്കുന്നത് ഭരണഘടനയിലൂടെയാണ്. ആ ഭരണഘടന ഈ രാജ്യത്തെ മനുഷ്യൻ നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യം ഒരു മതരാഷ്ട്രമല്ല. ഭരണഘടന അസംബ്ലിയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായി. ഭരണഘടന ആരംഭിക്കേണ്ടത് ദൈവത്തിന്റെ പേരിലാണ്, ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ആ ചർച്ച തന്നെ വോട്ടിനിട്ട് തള്ളി. അങ്ങനെ ദൈവം തന്നെ തോറ്റുപോയി. ദൈവത്തിന്റെ പേരിൽ ഭരണഘടന ആരംഭിക്കേണ്ട. പിന്നെ എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഈ രാജ്യത്തുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് ഈ രാജ്യം ഒരു മതരാഷ്ട്രമല്ല, സെക്യുലർ സ്റ്റേറ്റ് ആണ്. സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ 99% ആളുകൾ ക്രൈസ്തവരാണെങ്കിലും ഈ രാജ്യത്തിന് ക്രൈസ്തവ രാജ്യമാകാൻ പറ്റില്ല. ഈ രാജ്യത്തെ ആളുകൾ 99% ആണെങ്കിലും ഹിന്ദുക്കളായാലും ഇത് ഹിന്ദുരാഷ്ട്രമാകാൻ പറ്റില്ല. ഈ രാജ്യത്തെ ആളുകൾ 99% ആളുകൾ മുസ്ലിം ആയാലും ഈ രാജ്യത്തിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ആകാൻ പറ്റില്ല. അതാണ് സെക്യുലർ സ്റ്റേറ്റിന്റെ നിർവചനം. സെക്യുലർസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് മതമില്ല എന്നുള്ളതാണ്. രാഷ്ട്രത്തിന് മതഗ്രന്ഥമില്ല, രാഷ്ട്രത്തിന് മതമില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്തെ മതമുള്ളവനും മതമില്ലാത്തവനും മതരഹിതനും നിരീശ്വരവാദിയും ആർക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഭരണഘടനയാണ് ഈ രാജ്യത്തിന് പട്ടാള അട്ടിമറിയില്ലാതെ, ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന പോലെ കലാപങ്ങളില്ലാതെ, ശ്രീലങ്കയിൽ നടക്കുന്ന കലാപങ്ങളില്ലാതെ, ഇന്ന് ഇറാനിൽ നടക്കുന്ന അട്ടിമറികളില്ലാതെ ഒക്കെ ഇത് നിലനിൽക്കുന്നതിന്റെ കാരണം സുശക്തമായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായതുകൊണ്ടാണ്. ആ ശക്തമായ ഭരണഘടന നൽകുന്ന ഈ രാജ്യത്ത് എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, ഇക്വാളിറ്റി ബിഫോർ ലോ, എല്ലാവരും തുല്യരാണ്.
പണ്ടങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്, ഈ രാജ്യത്ത് എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഒരു ഭരണഘടന നിങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും ജനനസ്ഥലത്തിന്റെയും ലിംഗത്തിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല. എല്ലാവരും തുല്യരാണ്. അതാണ് ആർട്ടിക്കിൾ 14. എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് റിലിജിയന്റെ, റേസിന്റെ, ബർത്ത് പ്ലേസിന്റെ, ജെൻഡറിന്റെ, ലിംഗത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഒരു തരത്തിലുള്ള വിവേചനം പാടില്ല. ഭരണകൂടം എല്ലാ പൗരനോടും വിവേചനം കാണിക്കാൻ പാടില്ല. ഭരണകൂടം എല്ലാവരും തുല്യരായി കാണണം. എല്ലാവരും തുല്യരാണ്. ആർക്കും പ്രത്യേകമായ ഒരു പദവിയില്ല. അതാണ് പൗരൻ എന്ന് പറയുന്ന പദവിയിലേക്ക് മനുഷ്യൻ എത്തുന്നു എന്നുള്ളത്. ഈ ഭരണഘടന നൽകുന്ന മറ്റൊരു സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതുപോലെ മാത്രമല്ല, ആശയങ്ങൾ പ്രകാശിപ്പിക്കാനും പ്രസംഗിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് റൈറ്റ് ടു സ്പീച്ച്, എക്സ്പ്രഷൻ. അവിടെ ആശയങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റൊരു സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യം ഈ ഭരണഘടന നൽകുന്നു. അതാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം, പേഴ്സണൽ ലിബർട്ടി. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഏത് കറി പാചകം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഏത് സിനിമ കാണണമെന്ന് ആളുകൾ തീരുമാനിക്കും. ഏത് പാട്ട് കേൾക്കണമെന്ന് ആൾക്കാർ തീരുമാനിക്കും. ഏത് പുസ്തകം വായിക്കണമെന്ന് ആൾക്കാർ തീരുമാനിക്കും. ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് അവൻ തീരുമാനിക്കും. അവന്റെ പൂജാവിഷയമാര്, അവന്റെ ദൈവമാര്, അവൻ ആരെ ആരാധിക്കുന്നു, ഇതെല്ലാം ആ വ്യക്തി തീരുമാനിക്കും. അതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യം, പേഴ്സണൽ ലിബർട്ടിയാണ്. അങ്ങനെ ഒരാൾക്ക് തന്റെ മതം തിരഞ്ഞെടുക്കാൻ, ഒരു വ്യക്തിക്ക് തന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ, ഒരു വ്യക്തിക്ക് തന്റെ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ അത് ഡിവിഷണൽ, ആ രാജ്യത്തെ ജില്ലാ മജിസ്ട്രേറ്റിനോട്, ആ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടിനോട് പെർമിഷൻ വാങ്ങിക്കണം മതം സ്വീകരിക്കണമെങ്കിൽ എന്നുള്ളത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതപരിവർത്തന നിരോധന നിയമം ആർട്ടിക്കിൾ 21 നഗ്നമായ ലംഘനമാണ്. ആർട്ടിക്കിൾ 21 നഗ്നമായ ലംഘനമാണ് മതപരിവർത്തന നിരോധന നിയമം. എന്താണ് ആർട്ടിക്കിൾ 21? അതിന്റെ വ്യക്തി സ്വാതന്ത്ര്യം.